ഹലോ വ്യൂവേഴ്സ്, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഇൻഫോർമേഷൻ നൽകാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ മിക്കവരും ഉപയോഗിക്കുന്നതൊക്കെ സ്മാർട്ട് വാച്ചുകളാണ്. ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ സ്മാർട്ട് വാച്ചിലേക്ക് മാറി. സ്പോർട്സ് ആക്ടിവിറ്റീസും നമ്മുടെ എക്സസൈസ് ആക്ടിവിറ്റീസും ഡെയിലി ആക്ടിവിറ്റീസ്, ബ്യൂട്ടി കോളിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സ്മാർട്ട് വാച്ച് തന്നെയാണ്. അപ്പോൾ അത് കുറേ കൂടെ കൺവീനിയൻ്റ് ആണ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുറേ പേരൊക്കെ സ്മാർട്ട് വാച്ചിലേക്ക് മാറിയത്. ഈ സ്മാർട്ട് വാച്ചിൽ ഒരു QR കോഡ് ഉണ്ട്. അത് എവിടെയാണെന്ന് ചിലവർക്ക് സംശയമുണ്ട്. ഒരുപാട് പേർക്ക് അറിയാമില്ല എന്നല്ല, ചിലവർക്ക് സംശയമുണ്ട്. ഇത് നമ്മുടെ വാച്ചിൽ കണ്ടോ, സെറ്റിങ്സ് എടുത്തു കഴിയുമ്പോൾ അതിലൊന്ന് ഓപ്ഷൻസാണ് കണ്ടോ, ലോ പവർ, ഡിസ്പ്ലേ, ഡു നോട്ട് സ്ലീപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ പോകേണ്ടത് വാച്ചിൻ്റെ അബൌട്ടിലേക്കാണ്. അതായത് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ വാച്ചിൻ്റെ അബൌട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാച്ചിൻ്റെ വേർഷനും QR കോഡും അവൈലബിൾ ആയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ QR കോഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അബൌട്ടിൽ QR കോഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചിൻ്റെ QR കോഡ് നമുക്ക് കിട്ടും. ഈ QR കോഡ് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് വാച്ചും ഫോണും കണക്ട് ചെയ്യാനുള്ള ആപ്പ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലാതെയും വേറെ ഓപ്ഷൻ ഉണ്ട്. ഈസി മെത്തേഡ് എന്ന് പറയുന്നത് QR കോഡ് നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മളിതിന് മുൻപ് ഈ വാച്ചും ഫോണും കണക്ട് ചെയ്യുന്ന വീഡിയോസ് എടുത്തപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടുന്നില്ല, അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ടെക്നിക്ക് കൂടി ഉണ്ട്. അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ഈ വാച്ചിൻ്റെ ആപ്പ് ഏതാണെന്ന് കറക്റ്റ് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് ഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് QR കോഡ് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ സഹായത്തിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ, നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് വാച്ചിലെ സെറ്റിങ്സിൽ പോയി അതിൽ അബൌട്ടിൽ QR കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാച്ചിൻ്റെ QR കോഡ് വരും. വേർഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഏത് കമ്പനിയുടെയാണ്, ഏത് മോഡലാണ്, അതിൻ്റെ വേർഷൻ ഡീറ്റെയിൽസ് എല്ലാം വേർഷനിലുണ്ടാവും. നമ്മൾ വാച്ചിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കപ്പുറം ഇതിൻ്റെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി QR കോഡ് എവിടെയാണെന്ന് നിങ്ങൾ ആരും തപ്പി നടക്കണ്ട. വാച്ചിലുള്ള സെറ്റിങ്സിൽ നിന്ന് നേരെ അബൌട്ടിൽ പോയാൽ QR കോഡ് കിട്ടും. ഈ QR കോഡ് നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ചിൽ നിന്ന് ഫോണിലേക്ക് ഏത് ആപ്പാണോ ഇൻസ്റ്റാൾ ആവേണ്ടത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. നമുക്കപ്പോൾ വാച്ച് ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബ്യൂട്ടി കോളിംഗ് ഉള്ള വാച്ചുകളാണ് എല്ലാം. മിക്ക ഇത്തരത്തിലുള്ള സ്മാർട്ട് വാച്ചുകളൊക്കെ ബ്യൂട്ടി കോളിംഗ് ഉള്ള വാച്ചുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും അറിയാം. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചും ഫോണുമായിട്ട് കണക്ട് ചെയ്യും. ഫോണിൽ വരുന്ന കോളുകളെല്ലാം നമുക്ക് വാച്ചിൽ കാണാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും.